ഹെൽത്ത് ആൻഡ് എക്സസൈസ് എന്ന വിഷയത്തിനെ പറ്റി ഒരു ചെറിയൊരു ബ്രീഫ് വരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ബേസിക്കലി ഹെൽത്ത് ആൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ഒന്നുമല്ല, വളരെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എക്സസൈസ് തീർച്ചയായും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ സഹായിക്കും. നമുക്ക് എവ്രി കോമൺ മാൻ നോസ് ദാറ്റ്. പക്ഷെ നമ്മുടെ ഹെൽത്തിന് 3 ഘടകങ്ങളുണ്ടെന്നാണ് പറയപ്പെടുക. അതായത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇതിലെ ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എക്സസൈസ് മോർ ഓർ ഹെൽപ്സ് യുവർ മെൻ്റൽ ഹെൽത്ത്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാതെ പോകുന്ന നമ്മുടെ മാനസികാരോഗ്യത്തിനെ വളരെയധികം നർച്ചർ ചെയ്യുന്നൊരു കാര്യമാണ് എക്സസൈസസ്. ഒരു സ്റ്റഡി ഉണ്ട്, ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ സ്റ്റഡി ഉണ്ട്. 20 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ 12 മണിക്കൂർ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്നൊരു ഹോർമോൺ, അതായത് എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്തിട്ട് 12 മണിക്കൂർ നമ്മൾ സ്ട്രെസ്സ് റിലീവ് ചെയ്യണം. അതായത് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പ്രശ്നം വരുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത്. ആ മെൻ്റൽ ഹെൽത്തിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള മെഡിസിനാണ് എന്ത്? വെറും 20 മിനിറ്റ് നടക്കുക. ഒരു 10,000 സ്റ്റെപ്പുകൾ ഒരു ദിവസം നടക്കുന്നൊരു മനുഷ്യൻ്റെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മറ്റ് രക്തക്കുഴൽ രോഗങ്ങളെല്ലാത്തിനും എത്രത്തോളം കുറവ് വരുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഒരു 90% നമ്മുടെ ഇപ്പോൾ മനുഷ്യന്മാർ പ്രശ്നം വരുന്ന ഒരു ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസാണ്. പുതിയൊരു നിയോ മോഡേൺ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന രോഗം അതായത് ഡയബറ്റിസ്, BP, എക്സെട്ര, സ്ട്രോക്ക്, ചെറിയ പ്രായത്തിൽ സ്ട്രോക്ക്, എന്നിങ്ങനെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തടുക്കാൻ പറ്റുന്നൊരു മെഡിസിനാണ് എന്ത്? എക്സസൈസസ്.